രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം സീതയാ സഹിത രാമചന്ദ്ര രഘുവീരരാജ്യാഭിഷേകം ശ്രീനീലകണ്ഠാഭിഷേകം ആഞ്ജനേയ പരിസേവ്യൻ ധീരഭരതാഭിപൂജ്യൻ വീരലക്ഷ്മണ കുമാര ശത്രുഘ്ന സോദരാർച്ചിത പദാബ്ജൻ ശ്രീനീലകണ്ഠ ഹൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം. ഇത്തവണ മഹാകുംഭമേളയായിരുന്നു. അനേക കോടി ജനങ്ങൾ അവിടെ വന്നു ചേർന്നത് നമ്മൾ അത്ഭുതത്തോടു കൂടിയിട്ട്, ലോകം മുഴുവൻ അത്ഭുതത്തോടു കൂടിയിട്ട് നോക്കിക്കണ്ടു. ആ പ്രയാഗരാജില് ശ്രീരാമചന്ദ്ര മഹാപ്രഭു സീതയോടൊപ്പം ലക്ഷ്മണകുമാരനോടൊപ്പം എത്തിച്ചേർന്നിരിക്കുന്നു. അവിടെയാണ് മഹർഷിയായിരിക്കുന്ന ഭരദ്വാജന്റെ ആശ്രമം. നമുക്ക് ഋഷിയുടെ ആശ്രമത്തിലേക്ക് പോകാം. രാമൻ സീതയോടും ലക്ഷ്മണനോടും പറഞ്ഞു, ധന്വിനൗ തൗ സുഖം ഗത്വാ ലംബമാനേ ദിവാകരെ. സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ തുടങ്ങാണ്. അപ്പോൾ വില്ല് ധരിച്ചിരിക്കുന്നവരായ അവർ രണ്ടുപേരും സീതയോടൊപ്പം ആശ്രമത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. എവിടെ? ഗംഗാ യമുനയോർ സന്ധൗ. ഗംഗയുടെയും യമുനയുടെയും ആ സന്ധിയിൽ, രണ്ട് നദികളും കൂടിച്ചേരുന്നതായ ആ പവിത്ര ഭൂമിയിൽ, എവിടെയാണോ കുംഭമേള നടക്കുന്നത് ആ പവിത്രമായ ഭൂമിയിൽ രാമലക്ഷ്മണന്മാര് സീതയോടൊപ്പം എത്തിച്ചേർന്നു. രാമനൻ ലക്ഷ്മണനോടൊപ്പം സീതയോടൊപ്പം ആശ്രമത്തിനുള്ളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള മൃഗങ്ങളും പക്ഷികളും എല്ലാം ഒന്ന് പരിഭ്രമിക്കുന്നുണ്ട്. കാരണം ആയുധമേന്തിയ മനുഷ്യരെ അവർ ആദ്യമായിട്ട് കാണുകയാണ്. അത് കണ്ട് മൃഗങ്ങളും പക്ഷികളും പരിഭ്രമിച്ചു. ശ്രീരാമചന്ദ്രൻ ആശ്രമത്തിനുള്ളിലേക്ക് ചെന്നു. അവിടെ ചെല്ലുമ്പോഴേക്കും സപ്രവിശ്യ മഹാത്മാനം ഋഷിം ശിഷ്യഗണേർവ്രതം. അവിടെ മഹാത്മാവായിരിക്കുന്ന ഭരദ്വാജ ഋഷിയെ അദ്ദേഹം നേരിട്ട് കണ്ടു. അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് ശിഷ്യന്മാരുണ്ട്. ആ ഋഷിയാകട്ടെ സംസിതവ്രതം ഏകാഗ്രം തപസ ലബ്ധചക്ഷുഷം. അങ്ങേയറ്റം തീക്ഷ്ണമായ വ്രതചര്യയോട് കൂടിയ ആളാണ് അദ്ദേഹം. വിട്ടുവീഴ്ചയില്ലാത്തതായിട്ടുള്ള വ്രത അനുഷ്ഠാനങ്ങൾ, തപസ്സിന്റെ അനുഷ്ഠാനങ്ങൾ, യജ്ഞഹോമാദികൾ ഒക്കെ ചെയ്യുന്നയാളാണ് അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സൂക്ഷ്മ ദൃഷ്ടി ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഈ ഭൂലോകം മാത്രമല്ല, ഭൂർലോക, സ്വർലോക, മഹർലോക, ജനലോക, തപോലോക, സത്യലോകാദികളെല്ലാം ഭരദ്വാജ ഋഷിക്ക് പ്രത്യക്ഷമാണ്. സംസിതവ്രതം ഏകാഗ്രം തപസ ലബ്ധചക്ഷുഷം. തപസ്സുകൊണ്ട് സൂക്ഷ്മമണ്ഡലങ്ങളെല്ലാം നേരിട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഉൾക്കണ്ണ് തുറന്ന ആളാണ് ഭരദ്വാജ ഋഷി. അഗ്നിഹോത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന ഋഷിയുടെ മുന്നിൽ രാമൻ എത്തിച്ചേർന്നു, അനുജനോടും സീതയോടുമൊപ്പം. എന്നിട്ട് വിനയത്തോടു കൂടിയിട്ട് അദ്ദേഹത്തെ വന്ദിച്ചു. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, അല്ലയോ ഭഗവാനെ, ഞങ്ങള് ദശരഥ മഹാരാജാവിന്റെ മക്കളാണ്. പുത്രവും ദശരഥസ്യാവാം ഭഗവൻ രാമലക്ഷ്മണവും ഭാര്യ മമേയം കല്യാണി വൈദേഹി ജനകാത്മജ. അല്ലയോ മഹാത്മാവേ, ഞങ്ങൾ ദശരഥ മഹാരാജാവിന്റെ സന്താനങ്ങളാണ്. രാമനെന്നും ലക്ഷ്മണനെന്നുമാണ് ഞങ്ങളുടെ നാമധേയം. ഈ നിൽക്കുന്നത് സീതയാണ്, ജനകനന്ദിനിയായ സീത. എന്റെ പത്നിയാണ് ഈ സീത. അച്ഛന്റെ സത്യം പരിപാലിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ കാനനത്തിലേക്ക് പുറപ്പെട്ടു. 14 വർഷത്തെ കാനനവാസത്തിനാണ് എന്റെ വരവ്. എന്നോടൊപ്പം ലക്ഷ്മണനും സീതയും പുറപ്പെട്ടു. ഞാൻ ഏകനായി പോകുന്നു, നിങ്ങൾ വരേണ്ട കാര്യമില്ല എന്ന് ഞാൻ നിർബന്ധിച്ച് പറഞ്ഞിട്ടും അവർ രണ്ടുപേരും അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവരെയും കൊണ്ട്, അല്ലയോ മഹാത്മാവേ, ഞാനിതാ ഗംഗാനദി കടന്ന് ഇവിടെ ഈ പ്രയാഗില് അങ്ങയുടെ ആശ്രമത്തിൽ ഇതാ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഞാന്
അച്ഛൻ്റെ നിർദ്ദേശമനുസരിച്ചിട്ട് കാട്ടിനുള്ളിൽ വസിക്കും 14 വർഷം. ആ അവസരത്തിലെ തപോവനങ്ങളിലെല്ലാം ഞാൻ പോകും. അതേപോലെ തന്നെ ആ തപോവനങ്ങളിൽ തപസ് ചെയ്യുന്ന ഋഷിമാരെ എല്ലാവരെയും ഞാൻ വന്ദിക്കും. ശ്രീരാമചന്ദ്രൻ ഋഷിയോട് ഇങ്ങനെ പറയുമ്പോഴേക്കും ഋഷി അത് കേട്ട് വളരെയേറെ സന്തോഷിച്ചു. എന്നിട്ട് ഉപാനയത ധർമാത്മാ ഗാം അർഘ്യമുദകം തത, ഉടനെ തന്നെ അദ്ദേഹം ശ്രീരാമചന്ദ്രനെ അർഘ്യവും പാദ്യവും എല്ലാം നൽകി വളരെയേറെ ശ്രദ്ധയോടുകൂടിയിട്ട് സ്വീകരിച്ചു. അദ്ദേഹത്തെ ആനയിച്ചു. എന്നിട്ട് അദ്ദേഹത്തിന് ഇരിക്കാനായിട്ട് പീഠം നൽകി. അദ്ദേഹത്തിന്റെ മുന്നില് പലതരത്തിലുള്ളതായ ഭക്ഷണ വസ്തുക്കൾ ഋഷിയുടെ ആജ്ഞയാൽ അവിടെ കൊണ്ടുവരപ്പെട്ടു. ഋഷി അതെല്ലാം അദ്ദേഹത്തിനും സീതാദേവിക്കും ലക്ഷ്മണകുമാരനുമായിട്ട് വിളമ്പി. എന്ന് മാത്രമല്ല, കാനനത്തിൽ നിന്ന് ലഭിക്കുന്നതായ പഴങ്ങളും കിഴങ്ങുകളും എല്ലാം രാമന് വേണ്ടിയിട്ട് അവിടെ സമർപ്പിച്ചു. മഹർഷിയും അവിടെ ഇരുന്നു. മഹർഷി രാമനെ സ്വീകരിച്ച് സൽക്കരിച്ച ശേഷം രാമനുമായിട്ട് സംസാരിക്കാനായിട്ട് അവിടെ ഇരിക്കുമ്പോഴേക്കും മഹർഷിക്ക് ചുറ്റുമായിട്ട് മൃഗങ്ങൾ വന്നിരുന്നു, പക്ഷികൾ വന്നിരുന്നു. മൃഗപക്ഷിഭിരാസീനോ മുനിഭിശ്ച സമന്തതഃ ആണ്. അവിടെ ഈ ഭരദ്വാജ ഋഷിക്ക് ചുറ്റുമായിട്ട് മൃഗങ്ങൾ വന്നിരിപ്പുണ്ട്. നമുക്കറിയാം, പല മൃഗങ്ങളും പരസ്പരം വിരോധമുള്ളവരാണ്. പക്ഷേ തപോവനങ്ങളിൽ അവയുടെ ജന്മസിദ്ധമായിരിക്കുന്ന പരസ്പര വൈരം മറന്നുപോകുന്നു. എന്തുകൊണ്ടാണ്? ഋഷിമാരുടെ തപസ്സിന്റെ ബലം. എല്ലാവരുടെ ഹൃദയവും അപ്പോൾ സാത്വിക ഭാവം കൊണ്ട് നിറയും. മൃഗങ്ങളിൽ പോലും ആ മാറ്റം സംഭവിക്കും. അങ്ങനെ മൃഗങ്ങളും പക്ഷികളും എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളെ പോലെ ഈ ഭരദ്വാജ ഋഷിയുടെ ചുറ്റുമായിട്ട് വന്നിരിക്കുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരായും ഭക്തന്മാരായും അതേപോലെ തപസ്വികളായുമുള്ള ആളുകൾ അവരെല്ലാവരും അദ്ദേഹത്തിന് ചുറ്റുമായിട്ട് അദ്ദേഹം രാമനോട് പറയുന്ന വാക്കുകൾ കേൾക്കാനും രാമന്റെ മറുപടി കേൾക്കാനും രാമനെ വന്ദിക്കാനും ഒക്കെ ആയിട്ട് അവരെല്ലാവരും വന്നിരിക്കുന്നു. ഭരദ്വാജൻ ശ്രീരാമചന്ദ്രനോട് പറഞ്ഞു, അല്ലയോ മഹാത്മാവേ, ശിരസ്യ ഖലുകാകുത്സ്ഥ പശ്യാമ്യഹം ഉപാഗതം. ഏറെ കാലമായിട്ട് ഞാൻ അങ്ങേ കാത്തിരിക്കാണ്. അങ്ങ് ഇതിലേ വരും എനിക്കറിയാം. ഏറെ കാലമായിട്ട് ഞാൻ കാത്തിരിക്കുന്നു. ഇപ്പോ കാലങ്ങൾ വളരെയേറെ മുന്നേറിക്കഴിഞ്ഞിട്ട് ഇപ്പോഴിതാ അങ്ങതാ ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. സുദിനം വന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങേ കാണാനുള്ളതായ ആ പരമഭാഗ്യമയമായ ദിവസം എനിക്ക് ഇതാ കൈവന്നു കഴിഞ്ഞിരിക്കുന്നു. അല്ലയോ രാമ, ഞാൻ അങ്ങേ ഇതാ എന്റെ കണ്ണുകൾ കൊണ്ട് നേരിട്ട് കാണുന്നു. എന്ന് മാത്രമല്ല, അങ്ങ് കാരണത്തിലേക്ക് വന്ന വൃത്താന്തം എല്ലാം ഞാൻ അറിഞ്ഞു. ശ്രുതം തവ മയാ ചൈവ വിവാസനം അകാരണം. യഥാർത്ഥത്തിൽ യാതൊരു കാരണവും കൂടാതെ കണ്ട് അങ്ങേ കാനനത്തിലേക്ക് അയോധ്യയിൽ നിന്നിട്ട് പറഞ്ഞയച്ചതും ഞാൻ അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു, ഞാൻ കേട്ടു കഴിഞ്ഞിരിക്കുന്നു. ഈ ലോകത്തിൽ നടക്കുന്ന സകല സംഭവങ്ങളും നേരിട്ട് അറിയാൻ അതിന് തക്കവണ്ണമുള്ളതായ ബോധമണ്ഡലം ഉള്ളയാളാണ് ആ ഋഷി ഭരദ്വാജൻ. ഈ ഭൂലോകത്തിൽ മാത്രമല്ല, ഭൂർലോക സ്വർലോകാദികളിലും അങ്ങ് പരമാത്മതലം വരെ എല്ലാ മണ്ഡലങ്ങളിലും അങ്ങ് അതല വിതല സുതലാദി പാതാള പര്യന്തമുള്ള എല്ലാ തലങ്ങളിലും എന്തൊക്കെ സംഭവിക്കുന്നോ അതെല്ലാം അദ്ദേഹത്തിന് അറിയാനായിട്ട് സാധിക്കും. കാരണം ബോധമണ്ഡലം ബ്രഹ്മസ്വരൂപമായി സർവത്ര നിറഞ്ഞു നിൽക്കുന്നു.